രമ്യച്ചിന്റെ ഷോസ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഷോസ് ആയിരുന്നു. ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ രോമാഞ്ചമായിരുന്നു രമ്യച്ചി എന്ന് പറയുന്നത്. രമ്യച്ചിയുടെ ആ ഒരു ഫേസ്, രമ്യച്ചിയുടെ ആ സ്കിൻ ടോൺ, എന്റെ ലുക്ക്, എന്റെ ബോഡി, അങ്ങനെ രമ്യച്ചി തന്നെ ഭയങ്കര ഒരു തരംഗമായിരുന്നു. എങ്ങനെ ചിരിക്കുന്ന കള്ള രമ്യച്ചിയുടെ ഒരു തുടക്കം എന്റെ ഓർമ്മയിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഫോണിൻ പ്രോഗ്രാം സൂര്യയില് അല്ലല്ല തുടക്കാതായിരുന്നില്ല, വേറൊരു ചാനലില് വേറൊരു ഷോ ആയിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വേറൊരു ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സൂര്യൻ എന്നെ വിളിച്ചത്, ഈ ഒരു ഷോ ചെയ്യാനായിട്ട് വരുമെന്ന്. അങ്ങനെ മ്യൂസിക് മൊമെന്റ്സ് ഞാൻ കുറെ വർഷങ്ങളോളം ചെയ്തു. അത് ചെയ്ത് 4-5 കൊല്ലം അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നമ്മുടെ മലയാളത്തിലെ തന്നെ ഫസ്റ്റ് കോമഡി റിയാലിറ്റി ഷോ രസികരാജ, അത് ഞങ്ങൾ ചെന്നൈ AVM സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട്. അതൊക്കെ അവിടെയായിരുന്നു ഷൂട്ട്. അവിടെ വെച്ചിട്ട് അത് ചെയ്തു. ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യൂല, ഞങ്ങൾ രജനീകാന്ത് അങ്ങനെയുള്ള വലിയൊരു ഫ്ലോർ ആയിരുന്നു, വലിയൊരു ഫ്ലോർ AVM സ്റ്റുഡിയോയില്. ഭയങ്കര നല്ല ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. കോട്ടിടാൻ ആദ്യമായിട്ട് കോട്ടിട്ട പ്രോഗ്രാം അതായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ കോട്ടിന്റെ വില പോയി. ഞങ്ങൾ അവിടെ ചെന്നാലും ടൈറ്റിൽ പാടും ആൾക്കാർ, ഹോജ ഏ ഹോജ. അതാണിത്. അത് അറിഞ്ഞല്ല, അത് മറ്റേ OCBC എന്ന് പറഞ്ഞ പണ്ടൊരു ഹിറ്റ് ആൽബം ഉണ്ടായിരുന്നു, അതിന്റെ ഒരു മ്യൂസിക് ആണ് ശരിക്കും. ഹോജ ഏ ഹോജ ഓ ഹോജ ഹോജ ഏ ഹോജ ഓ. ഇപ്പോഴേലും പറഞ്ഞു തന്നായി, അന്ന് ഇതിന്റെയാന്ന് പറഞ്ഞ എല്ലാരും. അല്ല, എനിക്ക് ഇവരെ കാണുമ്പോണ്ടല്ലോ, എനിക്ക് ഷോ ചെയ്യുമ്പോ ഇവര് രണ്ടുപേരും, എനിക്ക് ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സിമിലാരിറ്റി ഉണ്ടല്ലോ. ആദ്യം ഷൂട്ട് ചെയ്യുമ്പോ എനിക്കും എപ്പോഴും മാറിപ്പോവും, ഇതാണോ ബാബു, ഇതാണോ ബൈജു, ഇതാണ് എപ്പോഴും ഇങ്ങനെ. പിന്നെ കുറെ ദിവസം കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി. അല്ല, മണിക്കുട്ടന്റെ അടുത്ത് പറയട്ടെ, മണിക്കുട്ടൻ ഫസ്റ്റ് സൂര്യയില് വന്ന സമയത്ത്, കായംകുളം കൊച്ചുണ്ണി ഒന്നും തുടങ്ങിയിട്ടില്ല, അതിലേക്ക് മണി വരുന്ന സമയത്ത് ഞാൻ അന്ന് സൂര്യയിലെ മ്യൂസിക് മൊമെന്റ്സിന്റെ ഷൂട്ടിനുണ്ട്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ തന്നെ മണി വന്നു, കണ്ടു. ഞങ്ങൾ മണിയുടെ കൂടെ അമ്മയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ മണി വന്ന് എന്റെ അടുത്ത് സംസാരിച്ചു. എന്ത് ഡൗൺ ടു എർത്താന്ന് അറിയോ, അയ്യോ ഇങ്ങനെ തേൻ വലിക്കുന്നതാണ് മണി സംസാരിച്ചു. പിന്നെ വേറെ കൂട്ടുകാരിയായിരുന്നു. അന്ന് എന്നെ കണ്ടപ്പോ രമ്യ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹവും സംസാരവും ഭയങ്കര ഇത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കായംകുളം കൊച്ചുണ്ണി വന്നു, ആ സ്റ്റാർ ആവുന്നു. പിന്നെ പിന്നെ ഒരു ദിവസം ഞങ്ങൾ ആ രമ്യ രമ്യ ഇപ്പഴും വിളിച്ചിട്ടില്ലേ? ഇല്ല, അത് കള്ളമാണ്. അന്ന് രമ്യേ അങ്ങനെ അതിലൊന്നും ഇന്നും മാറ്റമില്ല. സീരിയൽ എന്ന് തുടങ്ങിയായിരുന്നു, അന്ന് സീരിയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ യഥാർത്ഥത്തിൽ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ പോയതല്ല, പല കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കള്ളനാവാൻ ചെന്നാണ്. അപ്പോഴത്തേന് യഥാർത്ഥത്തിൽ കൊച്ചുണ്ണിയൊക്കെ അവർ വേറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും കള്ള ലക്ഷണമുള്ള. അപ്പം 8 എപ്പിസോഡായിരുന്നു കൊച്ചുണ്ണിയുടെ ഒരു പ്ലാൻ ചെയ്തിട്ട്. അപ്പം പറഞ്ഞു ഓക്കെ മണിക്കൂറിനെ എടുക്കാം, കാരണം അന്ന് സീരിയലിന് കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ സൈഡൊക്കെ കുറച്ച് വീക്കായിരുന്നു. അങ്ങനെ ഞാൻ അത്രയും കാലം അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നിട്ട് എൻ്റെ അഭിനയങ്ങളെല്ലാം അവിടെ കാഴ്ചവെച്ചു. ഈ 8 എപ്പിസോഡിൽ ആദ്യത്തെ 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ചാനലിൽ അയച്ചാൽ പറഞ്ഞു, ഇത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ സീരിയലിൽ നിന്ന് അവന് പെട്ടെന്ന് മാറ്റിയിട്ട് അടുത്ത കൊച്ചുണ്ണിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആ 4 എപ്പിസോഡ് അവർ വീണ്ടും കുറച്ച് 3 എപ്പിസോഡിൽ തീർക്കാൻ പറഞ്ഞു. പക്ഷേ ഈ 3 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് TRP റേറ്റ് കുറച്ച് കൂടി. അവിടെയാണ് നമ്മൾ പ്രേക്ഷകർ ഈശ്വര തുല്യമായി മാറുന്നത്. പിന്നെ ഞാൻ നിർത്തുന്നത് 250 എപ്പിസോഡ് ചെയ്തിട്ടാണ്. ലെറ്റ്സ് ആസ്ക് ഹർ, ബിക്കോസ് നമ്മുടെ ഒരു ഫീൽഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ആങ്കറിങ്ങും പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോഗ്രാമിൽ ഒരു ഫേസ് ആയിട്ട് വന്ന് അവിടുന്ന് പിന്നെ ഹിറ്റ് ആയി പോയതാണ്. പക്ഷെ അലീന ഷിബിലയുടെ തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് ആക്കി, ഞങ്ങളെയൊന്നും കണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങളെ കണ്ട എനിക്ക് തോന്നുന്നു വേറെ ഹീറോയിൻ ഹൺസ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ, ഫസ്റ്റ് വൺ സൂര്യ ടിവിയിലുള്ള ബിഗ് ബ്രേക്ക്, ലാൽ ജോസ് സാറിന്റെ സിനിമയിലെ ഹീറോയിൻ ആവാൻ വേണ്ടി അഭിനയത്തിൽ താല്പര്യമുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. ആ 9 പേരില് അനുശ്രീ, സ്വാസിക, പിന്നെ ആരാണ്, ചാന്ദിനി, അങ്ങനെ എല്ലാവരുമായിട്ട് ഇപ്പോഴും ആക്ച്വലി ഇൻ കോണ്ടാക്ട് ആണ്. പക്ഷെ അറിയുന്ന ആൾക്കാർ ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇവരൊരു അപ്പാർട്ട്മെന്റ് തന്ന് അവിടെ താമസിച്ചിട്ടാണ് ഈ ഷോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 3-4 മാസം അവിടെ തന്നെ നിന്ന് നമുക്ക് ഓരോരോ റിഹേഴ്സൽസും ആക്ടിങ്ങിന്റെ വർക്ക്ഷോപ്സും ഒക്കെ തരും. അപ്പൊ ആ തരത്തിൽ പിന്നെ അതല്ലാത്ത വേറൊരു ട്രോഫിയും കൂടെ ഞാൻ സൂര്യ ടി വി ജീവിതം കെട്ടി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ആ ഷോന്റെ തന്നെ പ്രൊഡ്യൂസർ ആയിരുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവരൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് പേയ്മെന്റ് വാങ്ങിച്ചോണ്ട് ഇത് പ്രൊഡ്യൂസറെ കൊണ്ടുപോയത്.